ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നടത്തിയൊരു പ്രസംഗമാണ് നാം ചിന്തിച്ചത്. പിസിഡിയയിലുള്ള അന്ത്യോക്യയിൽ യഹൂദന്മാരുടെ പള്ളിയിൽ നടത്തിയ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിൻ്റെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു. ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരുമായി തീർന്നു. സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്ത് 2 തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവും. അതിലൊന്ന് സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളാണ്, അവർ അത് അംഗീകരിക്കും. രണ്ടാമത്തെ കൂട്ടർ അവർ സുവിശേഷ സന്ദേശം തിരസ്കരിക്കും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഒരേ സുവിശേഷ സന്ദേശം കേൾക്കുന്ന ആളുകൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും എന്നതൊരു സത്യമാണ്. സുവിശേഷം വിശ്വസിക്കുന്നവർ, സുവിശേഷം തിരസ്കരിക്കുന്നവർ. സുവിശേഷം വിശ്വസിച്ച ആളുകളെ പൗലോസും ബർന്നബാസും ദൈവകൃപയിൽ നിലനിൽക്കണം എന്ന ഉപദേശം നൽകി അവരെ എൻകറേജ് ചെയ്യുന്നു, ഉത്സാഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ശബത്തിൽ നമ്മളവിടെ വായിക്കുന്നത് പട്ടണം മുഴുവനും ആ സിനഗോഗിൽ വന്നുകൂടിയെന്നാണ്. ഇതിനു മുമ്പ് ഒരിക്കലും അതുപോലൊരു ജനക്കൂട്ടം ആ സിനഗോഗിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സിനഗോഗിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വന്നു എന്ന് ചിന്തിച്ച് സന്തോഷിക്കേണ്ടതിന് പകരം വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ അസൂയ നിറഞ്ഞവരായി തീർന്നു. എന്താണ് അവരുടെ അസൂയ? അവർ ഇത്രയും നാളും പ്രസംഗിച്ചു, അവർ ഇത്രയും നാളും ന്യായപ്രമാണം പഠിപ്പിച്ചു, യഹൂദ മതാനുസാരികളായ ചില ആളുകളോട് ഉണ്ടായിരുന്നു എന്നതൊക്കെ സത്യമാണെങ്കിലും ഇത്രയധികം ആളുകൾ അവരുടെ ആരുടെയും പ്രസംഗം കേൾക്കാൻ വന്നിട്ടില്ല.
എന്നാൽ പൗലോസിൻ്റെ പ്രസംഗം ഒരാഴ്ച കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടവർ മറ്റുള്ളവരോട് പറഞ്ഞു, ആ ആളുടെ പ്രസംഗം കൊള്ളാമായിരുന്നു, വന്ന് കേൾക്കുക. അതിന് മറ്റൊരു കാരണമുണ്ട്. അതുവരെ യഹൂദന്മാരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ യഹൂദന്മാരല്ലാത്തവർക്ക് വലിയ സ്വീകരണമില്ല, യഹൂദന്മാർക്കാണ് പ്രാധാന്യം. എന്നാൽ ഇവിടെ ഇതാ ഒരു പുതിയ പ്രസംഗകൻ താൻ പറയുന്നത് ജാതികൾക്ക് യഹൂദന്മാർക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം അവർ വന്നത്. എന്നാൽ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെക്കാൾ പ്രാധാന്യം ഈ വിസിറ്റ് ചെയ്യുന്ന പ്രസംഗകർക്കുണ്ടായി എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അവർ അസൂയ നിറഞ്ഞു പൗലോസിനോടും ബർന്നബാസിനോടും എതിർത്ത് നിന്നു. മാത്രമല്ല അവർ ദൈവവചനം തിരസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വചനം പ്രസംഗിക്കുന്നവരുടെ പ്രതികരണം എന്താണ്? അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള പ്രതികരണം, ചിലർ സ്വീകരിക്കും, ചിലർ തിരസ്കരിക്കും. എന്നാൽ എതിർപ്പുണ്ടാകുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പ്രതികരണം അത് നമ്മൾ വായിക്കുന്നു. പൗലോസും ബർന്നബാസും ധൈര്യമുള്ളവരായി തീർന്നു. എന്നിട്ട് അവർ വചനം തള്ളിക്കളഞ്ഞവരോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ ദൈവവചനം തള്ളിക്കളഞ്ഞത് വഴി നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു എന്നാണ്. ആരാണ് ഈ വിധി നടത്തിയത്? അവർ തന്നെ. ദൈവവചനമായ സുവിശേഷം തിരസ്കരിക്കുന്ന ആളുകൾ അവരെ തന്നെ വിധിക്കുകയാണ്. എന്താണ് ആ വിധി? ഞങ്ങൾ നിത്യജീവന് അയോഗ്യർ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മുൻനിർണയത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ചില ആളുകൾ പറയും, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടില്ല, എന്നെക്കുറിച്ച് ഒരു മുന്നറിവ് ദൈവത്തിനില്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളല്ല എന്ന്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവവചനം തള്ളിക്കളയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിത്യജീവന അയോഗ്യർ എന്ന് വിധിക്കുകയാണ്. അതിന് ദൈവത്തെയോ ദൈവവചനത്തെയോ ദൈവവചനം പ്രസംഗിക്കുന്നവരെയോ പഴിക്കേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞിട്ട് പൗലോസും ബർന്നബാസും പറയുന്നു, ഞങ്ങൾ ഇനി ജാതികളിലേക്ക് തിരിയുന്നു. ജാതികളുടെ വെളിച്ചമായി നിങ്ങളെ വെച്ചിരിക്കുന്നു എന്ന് യെശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്. ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ജാതികൾക്ക് കൊടുക്കുവാൻ പോകുന്നു എന്നവർ പറഞ്ഞപ്പോൾ ജാതികളായ ആളുകൾ വളരെ സന്തോഷിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ പള്ളിയിൽ അവർക്ക് 2ാം സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ, 2ാം തരം പൗരന്മാരായിരുന്നു അവർ. എന്നാൽ അവരും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാണ് എന്ന് അവർക്ക് മനസ്സിലായി. ലൂക്കോസ് അവിടെ എഴുതിയിരിക്കുന്നു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും ദൈവവചനം വിശ്വസിച്ചു എന്നാണ്. നിത്യജീവന് അവകാശികളല്ലാത്തവർ, അയോഗ്യർ എന്ന് പറയുന്ന ഒരു കൂട്ടർ, അത് അവർ തന്നെ വിധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ലൂക്കോസ് പറയുന്നു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, അവർ ദൈവവചനം വിശ്വസിച്ചു. ഇത് സംഭവിച്ചപ്പോൾ അവിടെ വീണ്ടും എതിർപ്പുണ്ടായി. പല ആളുകളെ അവർ ചേർത്തു, പൗലോസിനും ബർന്നബാസിനും എതിരായി പ്രവർത്തിച്ചു. അവരെ അവരുടെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പോൾ അവർ ചെയ്തതോ, അവരുടെ കാലിൽ നിന്നും പൊടി നീക്കി. ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൽ അവർക്കെതിരെ സാക്ഷ്യത്തിനായി ഈ പൊടി കാലിൽ നിന്ന് തട്ടിക്കളയണമെന്ന്. അപ്പോൾ ഇവർ അത് ചെയ്തത് വഴി അവർ തെളിയിച്ച ഒരു കാര്യം, അവരെ കർത്താവാണ് ഈ പിസിഡിയയിലുള്ള അന്ത്യോക്യയിലേക്ക് അയച്ചത് എന്ന കാര്യം അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ദൈവമാണ് അവരെ സുവിശേഷം അറിയിക്കുവാൻ അയച്ചത് എന്ന ബോധ്യത്തിൽ അവർ തുടർന്നും അവരുടെ ശുശ്രൂഷ ചെയ്തു. ദൈവവചനം ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ബോധ്യമുണ്ടായിരിക്കണം, കർത്താവാണ് ഞങ്ങളെ അയച്ചത് എന്ന ബോധ്യം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.